പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യതലെന്നും ഒന്നേക്ക് തന്നെ ആമീൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂർ ആലക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം പറ്റിയ കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് IOCയും റഷ്യൻ ഓർത്തഡോക്സ് സഭയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഏകദേശം ഒരു ശതാബ്ദ കാലമായി ഈ IOC ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടും തുടർ ബന്ധങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുമിരിക്കുന്നു. അപ്പോൾ IOCക്ക് മനസ്സിലായി തുടങ്ങി ഈ കേസ് എവിടെ നിന്ന് അവസാനിക്കുമെന്നും എത്തിക്കുമെന്നൊന്നും ഒരു നിശ്ചയമില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചില വിഷയങ്ങൾ 2017 വിധിയോടനുബന്ധിച്ചുള്ള ചില ക്ലോസുകളിൽ ഒരു വിശദീകരണത്തിന് വേണ്ടിയിട്ടും അന്വേഷണത്തിന് വേണ്ടിയിട്ടും അതിൽ സമൂഹത്തിന് നിരക്കാത്തതായ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് IOCക്ക് ആശങ്കയുണ്ട്. അവർ കൊടുത്ത അഡീഷണൽ അഫിഡാവിറ്റ് രണ്ട് സഭയാണെന്നും അവരുടെ വിശ്വാസവും ആചാരവും അല്ല ഞങ്ങളുടെ വിശ്വാസവും ആചാരവും എന്ന് സെമിട്രിയിലെ പ്രവേശനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അറിയിച്ചപ്പോൾ അതും പരിഗണനയ്ക്കായി ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും തീരുമാനം ഉണ്ടാകുന്നെന്നുള്ള കാര്യത്തിലും IOCക്ക് പല ആധികളും വ്യാധികളുമുണ്ട്. കേസിൻ്റെ പരിസമാപ്തിയെ പറ്റിയ വിഷയങ്ങളുണ്ട്. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ സഭയുടെ ഭാവി അത്ര സുരക്ഷിതമല്ല. തന്നെയുമല്ല ഈ പാശ്ചാത്യ പൗരസ്ത്യ കാതോലിക്ക എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ എങ്ങും ഒരു സഭയുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു സഭയുമായി ബന്ധപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പൗരസ്ത്യ കാതോലിക്കത്തുള്ള ആ സ്വയം ശീർഷകത്തെ നാമം മാറ്റാനും പറ്റില്ല. അപ്പോൾ റഷ്യൻ സഭയുമായി തുടർബന്ധങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. റഷ്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുമ്പോൾ അതൊക്കെ ബൈസന്റൈൻ സഭകളാണ്. ബൈസന്റൈൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ 2 സ്വഭാവമുണ്ട്, ഒരാളത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഒരാളത്വവും ഒരു സ്വഭാവവും എന്നാണ് ക്രിസ്തുവിലുള്ളതെന്നാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. ഈ സഭകളെ ഈസ്റ്റേൺ സഭകൾ എന്ന് പറയും. ആ സഭകളിൽപ്പെട്ടതാണ് ബൾഗേറിയൻ സഭ, പോളണ്ടിലെ സഭ, ചെക്കോസ്ലോവാക്യയിലെ സഭ, അൽബേനിയൻ സഭ, സൈപ്രസിലെ സഭ, ഗ്രീസിലെ സഭ തുടങ്ങിയ സഭകൾ ഈസ്റ്റേൺ ചർച്ചസ്. കിഴക്കിൻ്റെ സഭകൾ പൗരസ്ത്യമല്ല, പൗരസ്ത്യം കിഴക്ക് അർത്ഥം എന്നാണെങ്കിൽ സഭകളുടെ പേരിന് വ്യത്യാസം. അവിടുത്തെ കുസ്തുദിനോപോലിസിലെ പാത്രിയാർക്കീസിന് ആ പാത്രിയാർക്കേറ്റുമായി ബന്ധമുള്ളെങ്കിലും ഈ സഭകളെല്ലാം അദ്ദേഹത്തെ സമന്മാരിൽ മുമ്പനായി ആദരിച്ച് എക്യൂമെനിക്കൽ പാത്രിയാർക്കീസ് എന്ന പദവി കൊടുത്ത് അദ്ദേഹത്തെ അനുസരിച്ച് നാന്തിരുന്നു. എന്നാൽ കാലക്രമേണ ഇതിൽ പല സഭകളും സ്വതന്ത്ര സഭകളായിട്ട് മാറി. ചിലരിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു സ്വതന്ത്ര സഭയായി മാറണം, അതാണ് ഇവരുടെ ആഗ്രഹം. 1956-57 കാലഘട്ടങ്ങളിൽ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കൊണ്ട് അവിടെ എത്യോപ്യയിൽ അവിടുത്തെ ചക്രവർത്തി ഹെയ്ലി സലാസിയുടെ PA ആയിരിക്കുമ്പോൾ തന്നെ, അദ്ദേഹം അവിടെ അധ്യാപകനായിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഈ എത്യോപ്യൻ സഭയും എരിത്രിയൻ സഭയും ഒക്കെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്ര സഭയായി നിൽക്കുന്നുള്ള മധുരം അദ്ദേഹത്തിന് ഒത്തിരി വശീകരിച്ചു. അപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന ചിന്ത അദ്ദേഹത്തിൽ വേരൂന്നി. അങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ ചർച്ചകളും ബന്ധങ്ങളും തുടരണമെന്നൊരാഗ്രഹം അദ്ദേഹം
മലങ്കരയിൽ തിരിച്ചു വന്നപ്പോൾ എല്ലാവരുമായിട്ട് പങ്കിട്ട് ആലോചിച്ചു. 2015 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ഗ്രിഗോറിയൻ മിറർ എന്ന മാസികയിൽ ബൈസന്റിൻ ഓർത്തഡോക്സ് സഭകളുമായി തുടർബന്ധങ്ങൾ എന്ന ഹെഡിങ്ങിൽ ഒരു ചെറിയ ലേഖനം കൊടുത്തിട്ടുണ്ട്. അതിലെ ഒരു പ്രസക്തമായ ഭാഗം ഞാൻ വായിക്കാം. ഫാദർ ഡോക്ടർ VC ശാമുവൽ, അഭിനന്ദ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തുടങ്ങിയ ശ്രേഷ്ഠരായ സഭാപിതാക്കന്മാർക്ക് ശേഷം ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളുമായി എത്ര കണ്ട് ഒരുവരപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത പരിഗണിക്കേണ്ട സംഗതി തന്നെയാണ്. പരസ്പരം പിരിയുവാൻ ഇടയായ സാഹചര്യം കൽക്കീദോസ് സുന്നോദോസിൽ നടത്തിയ പദപ്രയോഗങ്ങൾ വ്യാഖ്യാനം ചെയ്തപ്പോൾ ഉണ്ടായ ആശയക്കുഴപ്പമാണെന്ന ഒരു ധാരണ വർഷങ്ങൾക്ക് മുമ്പേ രൂപപ്പെട്ടുവെങ്കിലും ഫലപ്രദമായ ഒരു തുടർ പ്രവർത്തനത്തിന് വേണ്ടത്ര ഔത്സുക്യം സഭകൾക്കുണ്ടായില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് മുൻപോട്ടുള്ള ഒരു ചലനം സഭാമക്കൾ പ്രതീക്ഷിക്കുന്നു, ആശിക്കുന്നു, സ്വപ്നം കാണുന്നു എന്നത് വാസ്തവം തന്നെ. അങ്ങനെ മലങ്കര സഭയ്ക്ക് ഈ ഒരു സംഘത്തുകൂടെ സജീവമായി ഇടപെടുവാൻ സാധിക്കുമെന്നും കരുതുന്നു. സഭാമക്കൾ അത് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ബൈസന്റ് സഭകളുമായിട്ട് ഒരു തുടർബന്ധങ്ങൾ വേണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. ബൈസന്റ് ഞാൻ നേരത്തെ പറഞ്ഞു കൽക്കീദോൻ സുന്നോദോസിനെ അംഗീകരിക്കുന്ന സഭകളാണത്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളൊക്കെ ഈ കുസ്തുദിനോസ് പാത്രിയർക്കിൻ്റെ കീഴിലായിരുന്നു. എക്യുമെനിക്കൽ പാത്രിയർക്കീസായിട്ട് അവിടുത്തെ പാത്രിയർക്കീസിനെ അംഗീകരിച്ചിരുന്നിരുന്നത്. എന്നാൽ ഇടയ്ക്ക് റോമാക്കാരുടെ അല്ലെങ്കിൽ റോമ പാപ്പയുടെ ആധിപത്യവും ഫിലിയോക്ക് വാദവും അതായത് പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നുകൂടി പുറപ്പെടുത്തുന്ന വസ്തുത വന്നപ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയൊക്കെ പിന്മാറി. ഇപ്പോൾ കൽക്കീദോൻ സുന്നോദോസിനെ അവർ അംഗീകരിക്കണം, അതിൽ നിന്നും മാറില്ല. അവരുമായിട്ട് കൂട്ടുകൂടാൻ പോകുമ്പോൾ IOC-കാരുടെ സത്യവിശ്വാസം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. വിശ്വാസം പോയാലും വേണ്ടില്ല, അവർക്ക് അവരുടെ സഭ നിലനിൽക്കണം, അവരുടെ സ്വത്തുക്കൾ നിലനിൽക്കണം, അവരുടെ സ്ഥാനങ്ങൾ നിലനിൽക്കണം. യാതൊരു വ്യത്യാസവും മാറ്റവും വരാൻ പാടില്ല. മലങ്കര കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് പോകാമെന്ന് ആഗ്രഹിച്ചാൽ അവിടെയും പ്രശ്നങ്ങളാണ്. അവരെ മാർപ്പാപ്പായി അംഗീകരിച്ച് റീത്തായിട്ട് നിൽക്കുകയാണ് കത്തോലിക്ക സഭയിൽ. അവിടെ മലങ്കരയ്ക്ക് ഒരു സുന്നോദോസും ഒരു കാതോലിക്കായും ഉണ്ട്. അഭിമന്യനായ ക്ലീമീസ് കർദിനാൾ മെത്രാപ്പൊലീത്ത തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു കാതോലിക്ക വരുമ്പോൾ അവിടെയും പ്രശ്നങ്ങളാവും വിചാരിച്ചു. മലങ്കര കത്തോലിക്ക സഭയായിട്ട് ചേരുകയാണെങ്കിൽ പിന്നെയും ഒരു അന്തസ്സുണ്ട്. കാരണം അതൊരു അപ്പോസ്തോലിക സഭയാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയൊക്കെ ഒരു അപ്പോസ്തോലിക സഭ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇവർക്ക് അപ്പോസ്തോലികം എന്നൊരു വിഷയമല്ല, സത്യവിശ്വാസവും വിഷയമല്ല. അവർക്ക് ഏതെങ്കിലും ഒരു സഭയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുകയോ ലയിക്കാൻ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും റഷ്യൻ ഓർത്തഡോക്സ് സഭയെ അംഗീകരിച്ച് അതിൻ്റെ തലവര് സ്വീകരിച്ച് ഒരു റീത്തായി നിന്നാൽ മലങ്കരയിൽ ഒരു കാതോലിക്കേറ്റ് ഉണ്ടാക്കാനും ഒരു സുന്നോദോസ് ഉണ്ടാക്കാനും സ്വതന്ത്രമായ ഒരു സഭാഭരണം ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് അവരിതിന് മുതിരുന്നത്. കൊല്ലങ്ങളായി ഞാൻ പറഞ്ഞില്ലേ ഈ ബന്ധം അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2015 അതിനു മുമ്പ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് മനസ്സുകൊണ്ടൊക്കെ കാലം ചെയ്ത് പോയതുകൊണ്ട് തുടർബന്ധങ്ങൾ നടത്തുവാൻ സാധിച്ചില്ല. അവർ പറയുന്ന ഒരു കാര്യം വളരെ നിസ്സാരമായിട്ട് അവർ പറയുന്നത് എന്താണ് പറയുന്നത്? കൽക്കീദോസ് സുന്നോദോസ് നടത്തിയ ചില പദപ്രയോഗങ്ങൾ വ്യാഖ്യാനം ചെയ്തപ്പോൾ ഉണ്ടായ ആശയക്കുഴപ്പമാണെന്ന ഒരു ധാരണ. ഒരാശയക്കുഴപ്പമില്ല കൽക്കീദോസ് സുന്നോദോസിലെ തീരുമാനത്തിന്. ക്രിസ്തുവിൽ ഒരു ആളത്വവും രണ്ട് സ്വഭാവം ഉണ്ടെന്ന് അവർ പഠിപ്പിച്ചു. നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല.
അവിടെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിട്ടില്ല. യാക്കോബായ സഭ വിശ്വസിക്കുന്നത് ക്രിസ്തുവിൽ ഒരാളത്വവും ഒരു സ്വഭാവമുള്ളൂ. ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരിക്കലും വേറെ വരിയാത്ത വിധം ഒന്നിച്ച് കർത്താവിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ സഭ വിശ്വസിക്കുന്നു. അതാ മനുഷ്യാവതാരത്തിന് തുടക്കം മുതൽ പിതാവിൻ്റെ വചനം ഗബ്രിയേൽ മാലാഖ വഴി മറിയാമിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ മറിയാമിൻ്റെ ശരീരവും രക്തവും ഈ വചനത്തിലെ ദൈവത്വവുമായി യോജിച്ചു. മനുഷ്യത്വവും ദൈവത്വമായി അവിടെ യോജിച്ചു. പിന്നെ വേറെ വരികയില്ല, ഒരിക്കലും വേറെ വരികയില്ല. ഇപ്പോഴും വേറെ വരികയില്ല. ഇപ്പോഴും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് മധ്യസ്ഥയായിരിക്കുമ്പോഴും ആ യോജിപ്പ് അവിടെ നിൽക്കുകയാണ്. ഒന്നും ലയിച്ച് വേറെ എന്താകുന്നില്ല. ആ സത്യവിശ്വാസം അതിനു വേണ്ടിയിട്ടാണ് അലക്സാണ്ട്രിയയിലെ കൂറിലോസും അന്ത്യോക്യയിലെ മോർ സൈവേറിയസ് സ്വഭാവമൊക്കെ അത് മാമോയിലെ മാർ പീലോക്സിൻ്റെ സ്വഭാവമൊക്കെ അതിൽ തന്നെ ഉറച്ചു നിന്ന് എന്തു വന്നാലും മോർ സൈവേറിയസ് പിതാവിന് അന്ത്യോക്യയിലെ പാത്രികസ്ഥാനം വിട്ട് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. രാജാവിൻ്റെ രാജ്ഞി എങ്ങനെയോ ഇവരറിയുകയും സൈവേറിയസിനോട് വേഗം അന്ത്യോക്യ വിട്ടോ പോകാൻ കൽപ്പിക്കുകയും അല്ലെങ്കിൽ നാവ് മുറിച്ചു കളയുകയും ചെയ്യും ചക്രവർത്തി എന്നുള്ള ന്യൂസ് കിട്ടിയതനുസരിച്ച് ബാബ തിരുവനന്തപുരത്തുകൊണ്ട് സൈവേറിയസ് ബാബ തിരുവനന്തപുരത്തുകൊണ്ട് ആ രാത്രി തന്നെ ഒരു വള്ളത്തിൽ കയറി അദ്ദേഹം ഈജിപ്തിലേക്ക് നമ്മുടെ അലക്സാണ്ട്രിയൻ സഭയിലേക്ക് പോകാനുണ്ടായത്. അദ്ദേഹം തിരിഞ്ഞു നോക്കി കണ്ണീരോടുകൂടിയാണ് ആ സ്ഥാനത്ത് നിന്നും അന്ത്യോക്യയിൽ നിന്നും ആ പാത്രിയർക്ക് സിംഹാസനത്തിൽ നിന്നും അദ്ദേഹം മാറിപ്പോയത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ കൽക്കിദോസിനെ അംഗീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് നിൽക്കാം. ഒരിക്കലും അദ്ദേഹത്തിന് സമ്മതിച്ചില്ല. സേവറിയസ് പിതാവാണ് നമ്മുടെ സേവറിയസിൻ്റെ മാനീസ് കുർബാന തുടങ്ങുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഗാനമൊക്കെ എഴുതിയത്. ഒക്കെ അവരുടെ ത്യാഗവും കഷ്ടപ്പാടും വേദനയൊക്കെ എന്തുമാത്രമായിരുന്നു. 325 സുന്നോദോസിൽ ഒരു അംഗവൈകല്യമില്ലാത്ത ഒരു മെത്രാപോലിത്തായും അതിനകത്തുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെ അവരനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകൾ എത്രയാണ്. ഐയോസയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അവർ സത്യവിശ്വാസം പഠിക്കാൻ തയ്യാറാണ്. അവർ റഷ്യൻ ഓർത്തഡോക്സുമായിട്ട് ചേരട്ടെ, അതിൻ്റെ തുടർബന്ധങ്ങൾ ആഗ്രഹിക്കട്ടെ എന്നല്ലാതെ എന്ന് പറയാൻ അവയ്ക്ക് വിശ്വാസം വിഷയമല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.